ശ്രീലത നമസ്കാരം. നമസ്തേ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാമുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഹേമ കമ്മിറ്റി വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കാരണം എനിക്ക് തോന്നുന്നു ഈ നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് പഠിച്ച് അത് കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് ശ്രീലത പിള്ള എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം വരുമ്പോഴൊക്കെ മാഡവുമായി ഇത് സംസാരിക്കാൻ ഞാൻ ഈ വിഷയം തന്നെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കാരണം. ഇപ്പോൾ അമ്മ എന്ന സംഘടനയെ പൊതുജനം വഴിയിലിട്ട് തല്ലി തകർക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനിടയ്ക്ക് സർക്കാർ ഏറ്റവും കൂടുതൽ ഒരു വലിയ ചതി ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിൽ നിന്ന് തന്നെ കുറേ കാര്യങ്ങൾ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് 5 പേജുകളിലെ 11 ഖണ്ഡികകളാണ് മുന്നറിയിപ്പില്ലാതെ സർക്കാർ ഒഴിവാക്കിയത്. 49 മുതൽ 53 വരെ പേജുകൾ അധികമായി ഒഴിവാക്കി. 97 മുതൽ 107 വരെയുള്ള 11 ഖണ്ഡികകളാണ് നീക്കിയത്. ഈ പേജുകൾ ഒഴിവാക്കുമെന്ന് അപേക്ഷകരെ അറിയിച്ചിട്ടുമില്ല. അതായത് ഏതോ ഉന്നതനെ രക്ഷിക്കണം, ആ പേരുകൾ പുറത്തു വരാതിരിക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ആളുകൾ ഇതിൽ നിന്ന് പ്രധാന ഭാഗങ്ങൾ ഇല്ലാതാക്കിയതാണോ? യഥാർത്ഥത്തിൽ ഈ കമ്മീഷൻ റിപ്പോർട്ടിന്റെ മുഴുവൻ ഭാഗങ്ങൾ പുറത്തു വന്നിട്ടില്ല. അതിന് കാരണമായി നമുക്ക് വേണമെങ്കിൽ വാദത്തിന് വേണ്ടി പറയാം, വിവരാവകാശ കമ്മീഷണർ ചില ഭാഗങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞിരുന്നു എന്നാണ്. അതിൽ ജസ്റ്റിസ് ഹേമ ചില ഭാഗങ്ങൾ മറച്ചു വെക്കാൻ പറഞ്ഞത് പുറത്തു വിട്ടിട്ടുമുണ്ട്. വിവരാവകാശ കമ്മീഷണർ പറഞ്ഞ ഭാഗങ്ങളാണോ എന്നതിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ വ്യക്തതയില്ല. ഈ കമ്മിറ്റി റിപ്പോർട്ട് ഏതാണ്ട് എന്റെ കയ്യിലുണ്ട്. റിപ്പോർട്ട് ഏകദേശം ഇത്രയും പേജുകളുള്ള റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. ഞാൻ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മൾ ചർച്ച ചെയ്യാത്ത ഒരുപാട് വിഷയങ്ങൾ ഇനിയും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വായിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും പേജുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വായിക്കാനുള്ളൊരു ഇതുണ്ട്, സമയമെടുക്കും. അപ്പൊ അതുകൊണ്ട് ഇതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഈ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ തന്നെ ചില ഭാഗങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട് എന്നാണ്. സർക്കാരിന് വേണമെങ്കിൽ അത് വാദിക്കാം. ചിലരുടെ സ്വകാര്യതകൾ കൊണ്ടാണ്, സ്വകാര്യതകളുടെ വിവരങ്ങളാണ്, അതിന്മേലുള്ള കടന്നുകയറ്റം കൊണ്ടാണ് ഒരുപക്ഷെ അത്തരത്തിലുള്ള വിഷയങ്ങൾ മറച്ചു വെച്ചത് എന്ന് വേണമെങ്കിൽ സർക്കാരിന് വാദിക്കാം. ഏതായാലും ഇപ്പോൾ കോടതി ഇതുമായി ബന്ധപ്പെട്ട് നീക്കം നടത്തിയിരിക്കുന്നത് ഫുൾ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പഠിച്ച ശേഷം അതിൽ നടപടിയെടുക്കാൻ കഴിയുമോ എന്ന് നോക്കണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും ധന്യ ഇതിന് ചെറിയ പ്രശ്നങ്ങളുണ്ട് നമുക്ക് മനസ്സിലാകാതിരിക്കരുത്. അതായത് നമ്മുടെ ഇമോഷൻസ് കൊണ്ടും ഒക്കെ നമ്മൾ പലപ്പോഴും വാദിക്കുന്നുണ്ട് എന്തുകൊണ്ട് സർക്കാരിന് കേസെടുത്തുകൂടാ, അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള ഒരു ആയുധമായി ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെ. ഈ വിഷയത്തിൽ സർക്കാരിന് കേസെടുക്കണമെങ്കിൽ സർക്കാരിന്റെ സ്റ്റാൻഡ് അതിൽ കൃത്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സർക്കാർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആരെങ്കിലും പരാതിക്കാരുണ്ടെങ്കിൽ കേസെടുക്കാമെന്നാണ്. പരാതിക്കാരില്ലാന്നിരിക്കട്ടെ, ഈ വിഷയത്തിൽ ഒരു കേസുമായി കോടതിയിലേക്ക് പോയാൽ, ഒന്നാമത് ഇതൊരു കമ്മിറ്റി റിപ്പോർട്ടാണ്. ആ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം കോടതിയിലേക്ക് ഇത്തരമൊരു, അതായത് ലീഗലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന, സാധാരണഗതിയിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്മീഷന്റെ സ്വഭാവമല്ല ഇതിനുണ്ടായിരുന്നത്. ടേംസ് ഓഫ് റെഫറൻസ് തീരുമാനിക്കാത്ത, എന്തൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ഇത് പുറത്തുവിടേണ്ടത് തീരുമാനിക്കാത്ത, എന്തൊക്കെ നടപടികൾ എടുക്കണമെന്ന് തീരുമാനിക്കാത്ത ഒരു കമ്മിറ്റിയാണിത്. ഈ കമ്മിറ്റിയിൽ ചിലർ വന്ന് പറഞ്ഞിട്ടുള്ള മൊഴികൾ എഴുതിയെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റിസ് ഹേമയും പറഞ്ഞിട്ടുണ്ട്. ആ മൊഴികൾ പ്രകാരം ഒരു ഫാക്ട് ഫൈൻഡിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇതുവരെ നടത്തിയിട്ടുമില്ല. ഇനി അതുമാത്രമല്ല, ഇതിൽ തന്നെ വളരെ കൃത്യമായി തന്നെ ഹേമ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ജസ്റ്റിസ് ഹേമ പറയുന്നത് ഇതിൽ ചിലർ നേരിട്ട് കാണാൻ, അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കമുള്ളവരാണ് പരാതിക്കാർ. പലപ്പോഴും അവരുടെ കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു കേട്ട, ഞാൻ കുറച്ച് പേജുകൾ നോക്കുമ്പോൾ അതിനകത്ത് വിറ്റ്നസ് എന്നാണ് എഴുതി കാണുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടു പറഞ്ഞ കഥകളിൽ നിന്ന് കേട്ടതും ഒക്കെയാണ് മിക്കവാറും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ജെന്യുവിനായ പരാതിക്കാർ ആരെങ്കിലും വന്ന് പരാതി പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് വ്യക്തമല്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രഞ്ജിനി അത്തരത്തിൽ പരാതി പറഞ്ഞതുകൊണ്ടാണ് രഞ്ജിനി കോടതിയിലേക്ക് പോയത്, തന്റെ വിവരങ്ങൾ പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ നിരവധി പേർ പണ്ട് എന്നെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലരുടെയൊക്കെ പേരുകളും ഒക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഇടവേള ബാബുവിന്റെ പേര് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധി പേരുടെ പേരുകൾ ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആ പറഞ്ഞു കേൾക്കുന്ന പേരുകളിൽ പലതും മരണപ്പെട്ടതുമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മരണപ്പെട്ടവരുടെ വിവരങ്ങൾ ഇനി അതിൽ യാതൊന്നും തന്നെ ചെയ്യാനില്ല. ഒരു ആരോപണ വിധേയനായ ഒരാൾ മരണപ്പെട്ടു പോയാൽ പിന്നെ അതിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കാനാണ്? അത്തരത്തിൽ മരണപ്പെട്ടു പോയ ഒരാളുടെ സ്വകാര്യത എന്ന് പറയുന്നത് അവരുടെ കുടുംബത്തെ കൂടി വേട്ടയാടലാണ്. അയാൾ ജീവിച്ചിരിക്കാതെ ഇരിക്കുന്ന സമയത്ത്, അല്ലെ മരണപ്പെട്ടു പോയ സമയത്ത് അത്തരം വിവരങ്ങൾ പുറത്തു വരുന്ന ഒരു പക്ഷേ അതിന്റെ ഒരു പ്രശ്നവും ഉണ്ടാവും.
ഇനി ആരെങ്കിലും ജനുവിനായ പരാതിക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായ പരാതിയാണെങ്കിൽ ആ പരാതിയിൽ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നിൽക്കുന്നു. ഈ ഗവൺമെന്റ് കേസ് എടുത്തു എന്നിരിക്കട്ടെ, കോടതി നിർദ്ദേശിച്ചു എന്നിരിക്കട്ടെ, ഗവൺമെന്റ് FIR എടുത്തു എന്നിരിക്കട്ടെ, ഈ കൺസേൺഡ് ആയ പരാതിക്കാരി ഈ മൊഴി ആവർത്തിക്കുമെന്നോ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് വിളിക്കുമ്പോൾ വിചാരണയ്ക്ക് ഹാജരാകുമെന്നോ സർക്കാർ ഉറപ്പാക്കാൻ കഴിയും? ഞാൻ WCC ചോദിക്കുന്നത് കേട്ടു, ഞങ്ങളുടെ പണി കഴിഞ്ഞു, ഞങ്ങൾ ഇതെല്ലാം പാർവതിയുടെ ഒരു സംഭാഷണത്തിൽ നിന്ന് എനിക്കതാണ് മനസ്സിലായത്, ഞങ്ങൾ വേണോ കേസ് എടുപ്പിക്കാൻ അല്ലെങ്കിൽ കേസ് എടുക്കാൻ എന്നൊക്കെ. WCCയുടെ ഭാഗത്തു നിന്ന് തീർച്ചയായും ഉണ്ടാകേണ്ട മറ്റൊരു തീരുമാനമുണ്ട്. അത്തരം ഒരു ജനുവിനായ പരാതിക്കാരി ഉണ്ടെങ്കിൽ, അത്തരം പരാതിക്കാരെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ പരാതി നൽകാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കണം. അത്തരത്തിലുള്ള പരാതിയുമായി WCC അംഗങ്ങൾ അല്ലെങ്കിൽ WCCയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അത്തരത്തിലുള്ള പരാതികൾ നൽകാനുള്ള ആത്മബലം പെൺകുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് മുമ്പോട്ട് വരണം. നമുക്കിപ്പൊ തന്നെ അറിയാം, ഈ സംഘടനകളുടെ ഒരു പൊതു സ്വഭാവം നമുക്കറിയാം, പുരുഷന്മാരുടെ ഒരു പൊതു സ്വഭാവം നമുക്കറിയാം. പുരുഷന്മാരൊക്കെ ഈ സ്ത്രീകളെ അവർ വെല്ലുവിളിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ജനുവിനായ പരാതിക്കാർ ആരെങ്കിലും വരുമോ എന്നോ അല്ലെങ്കിൽ ആരെങ്കിലും പരാതി പറയാൻ വരുമോ എന്നുള്ള ധാരണ അവർക്ക് വരില്ല എന്നുറപ്പ്, ആ ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അവർ വെല്ലുവിളിക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, ആരെങ്കിലും പരാതിക്കാരുണ്ടെങ്കിൽ വരട്ടെ. സിനിമയിൽ നിന്ന് പോയവരാണ് പരാതിക്കാർ. അതായത് എനിക്ക് തോന്നുന്നു രഞ്ജിനിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും പറയുന്നത്. അത്തരത്തിൽ സിനിമാ നടി ഉഷ അടക്കമുള്ളവർ ഇത്തരത്തിലുള്ള ചില പരാതികൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഇവരാരും ആ സമയത്തൊന്നും ഇത്തരത്തിലുള്ള പരാതികൾ പറയാതെ അതിനുശേഷം ഇപ്പോൾ വന്ന് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഒരു കമ്മിറ്റി രൂപീകരിച്ചപ്പോഴാണ് പരാതി പറയാൻ വരുന്നത്. നേരെ മറിച്ച് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു വിഷയം, ഈ സംഘടനകൾക്കൊക്കെ ഇപ്പോ WCC വന്നിട്ട് തന്നെ ഏതാണ്ട് ഒരു 6-7 വർഷമായി. ഈ സംഘടനയിലേക്ക് അംഗത്വം എടുക്കണമെന്ന് മമ്മൂട്ടി അടക്കമുള്ളവർ അമ്മയോഗത്തിൽ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ത്രീകളോട് കൂടുതൽ ആൾക്കാരെ ചേർക്കുകയോ അല്ലെങ്കിൽ സ്ത്രീകളുടേതായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അഡ്രസ് ചെയ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അവർ കുറച്ചു പേർ അന്ന് തുടങ്ങിയ ആ സംഘടന അതേപോലെ തന്നെ അതിൽ ചിലർ പിരിഞ്ഞുപോയി, ബാക്കിയുള്ളവർ ഒറ്റക്കെട്ടായി ഒരു സംഘടനയായി നിൽക്കുന്നു, സംഘടനാ രൂപത്തിൽ നിൽക്കുന്നു. സംഘടനയായി നിൽക്കുന്നു എന്ന് പറയാനും കഴിയില്ല, ഒരു സംഘടനാ രൂപത്തിൽ അവർ നിലകൊള്ളുന്നു. ശരിയാണ്, അവർ കൂടുതൽ സ്ത്രീകളെ ചേർത്തുകൊണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ പ്രശ്നങ്ങളുള്ള ഒരു മേഖലയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്ത്രീകൾക്ക് ധൈര്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരണ്ടേ? ഇപ്പോ അതിലെ സ്ഥാപക അംഗത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പൊ മറ്റുള്ളവർ രംഗത്ത് വന്നില്ലേ? ആ സ്ഥാപക അംഗത്തിനെതിരെ ഇപ്പോൾ ഉയർന്ന പരാതി എന്താണ്? മറ്റൊരു സ്ത്രീ ഇവരുടെ സിനിമാ സെറ്റിൽ തന്നെ അവരുടെ മൂവി ബക്കറ്റ് എന്ന് പറയുന്ന അവരും ബിനീഷും കൂടി നടത്തുന്ന ഒരു സിനിമാ പ്രൊഡക്ഷൻ ഹൗസിന്റെ മൂവി ബക്കറ്റ് എന്ന് പറയുന്ന അവരുടെ സിനിമയിൽ അഭിനയിച്ച ഒരു സ്ത്രീക്ക് സുരക്ഷിതത്വം ഉണ്ടായിരുന്നില്ല. അവർ അഭിനയിച്ച ഡ്യൂപ്പിനെ വെച്ച് അഭിനയിക്കേണ്ട രംഗങ്ങളിൽ പോലും അവർക്ക് അഭിനയിക്കേണ്ടി വരികയും അവരുടെ കാല് ഒടിയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണ്. വേണ്ടത്ര സുരക്ഷിതമില്ലാതെയാണ് ഷൂട്ട് ചെയ്തതെന്ന് അവർ പറയുന്നുണ്ട്. അവർ ഇപ്പോ 3 കോടി രൂപയെ മറ്റാണെന്ന് തോന്നുന്നു ചോദിച്ചുകൊണ്ട് ഇപ്പോ നഷ്ടപരിഹാരത്തിന് നോട്ടീസ് അയച്ചിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ നിലപാടുകളിൽ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്കാണെങ്കിലും ഇരട്ടത്താപ്പ് ഉണ്ടാകുന്നത്? അത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകളാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഡൈല്യൂട്ട് ചെയ്യുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നത്. ഇപ്പൊ മഞ്ജു വാര്യർ തന്നെയാണെങ്കിലും ആദ്യ സംഘടനയുടെ രൂപീകരണ സമയത്ത് ഇവരുടെ ഒപ്പം നിൽക്കുകയും അതിനുശേഷം മഞ്ജു വാര്യർ സൈലന്റ് ആവുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇവരെന്തൊക്കെ പറഞ്ഞാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മഞ്ജു വാര്യർക്കെതിരെയുള്ള വിമർശനം അവർ തള്ളിക്കളയുകയും ബാക്കിയുള്ളവർക്കെതിരെയുള്ള എല്ലാ പരാമർശങ്ങളും അവർ സ്വീകരിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് ഇരട്ടത്താപ്പുള്ളത്. മഞ്ജു ശരി, സമ്മതിക്കാം, അങ്ങനെ സ്ത്രീകൾ ഉന്നയിച്ച ഒരു ജനുവിനായ ആരോപണം, ആ ആരോപണങ്ങളിൽ കഴമ്പുള്ളത് കൊണ്ട് ഇനിയിപ്പോ ഡൈല്യൂട്ടഡ് ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാവാം ഈ WCC പോലുള്ള സംഘടന എങ്ങനെ നിൽക്കുന്നത്. അപ്പോഴും WCC ചെയ്യേണ്ട കാര്യം യഥാർത്ഥ ജനുവിനായിട്ടുള്ള പരാതിക്കാരെ സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കണം. അവർക്ക് കോടതിയിൽ പരാതി കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം, അല്ലെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കേസ് നിലനിൽക്കുക? യഥാർത്ഥത്തിൽ നിയമപരമായ അജ്ഞതയാണോ എന്ന് എനിക്കറിയില്ല. പ്രഥമ ദൃഷ്ട്യാ കണ്ടു, ഒരു കേസ് എടുത്തു വന്നിരിക്കട്ടെ. ഇപ്പോ ചെറിയ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് പറയാം, പോക്സോ കേസ് അടക്കമുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് പറയാം. ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നടപടിയെടുക്കാൻ കോടതിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ വിചാരണ സമയത്ത് മൊഴി കൊടുക്കാനുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഈ കേസിന് എന്ത് ബലമാണ് ഉണ്ടാവുക? അങ്ങനെ ഒരു കേസ് എടുത്തുകൊണ്ട് എന്ത് ഗുണം ആർക്കാണ് ഉണ്ടാവുക? ഇതിന്റെ കൂടെ ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ ഒരു സംഘടനയെ കുറിച്ച് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് പലരും ഉന്നയിക്കുന്നത്. ആ സംഘടനയ്ക്ക് ഒരു പ്രസിഡന്റ് ഉണ്ട്, ജനറൽ സെക്രട്ടറി ഉണ്ട്, ആ സംഘടനയിൽ ഒരുപാട് അംഗങ്ങളുണ്ട്. ഇവരാരും ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു നിലപാട് വ്യക്തമാക്കാൻ മുന്നിൽ വന്നിട്ടില്ല. മാത്രമല്ല, പലരും പറയുന്നത് അമ്മയ്ക്കകത്ത് തന്നെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്, ഇതിൽ വലിയ പ്രതികരണങ്ങളൊന്നും ആരും നടത്തണ്ട, അത്തരം ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. മാത്രമല്ല, ഒരക്ഷരം മിണ്ടരുത് എന്നാണ് ഒരു പ്രധാന ഉന്നതൻ പറഞ്ഞിരിക്കുന്നത്. സിനിമയിലെ തന്നെ ഒരു പ്രധാന ഉന്നതൻ പറഞ്ഞിരിക്കുന്നത്, ഒരക്ഷരം ഇതിനെക്കുറിച്ച് മിണ്ടരുത്, സംസാരിക്കരുത്, പഠിച്ചതിന് ശേഷം പറയാം എന്ന് മാത്രം പറഞ്ഞാൽ മതി. അത്തരം പ്രതികരണങ്ങളൊക്കെ സിദ്ദിഖിന്റെ ഭാഗത്തു നിന്നൊക്കെ വന്നത് നമ്മൾ കണ്ടതാണ്. ഇതൊരു സംഘടനയാണെന്ന് തുടക്കത്തിലേ പറഞ്ഞു. ഈ സംഘടനയ്ക്കെതിരെ ഏകദേശം നിരവധി ആളുകൾ ഈ സംഘടന അംഗത്വമുള്ളവരുമാണ്.
ഇത്രയും വലിയൊരു ആരോപണം, അതായത് സിനിമയ്ക്കുള്ളിൽ ലൈംഗികമായ ചൂഷണങ്ങൾ സ്ത്രീകൾക്കെതിരെ നടക്കുന്നുണ്ട്, ഒരു അധോലോക മാഫിയായി സിനിമാ മേഖല മാറുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു അംഗീകൃത സംഘടനയായ ആ അമ്മ നിലപാട് വ്യക്തമാക്കേണ്ടതല്ലേ? തീർച്ചയായും അവർ പറയുന്നത്, അവർ ഇന്ന് രാവിലെ സജിനന്ദേട്ടന്റെ ഒരു ബൈറ്റ് കണ്ടു. ബൈറ്റില് സജിനന്ദേട്ട് പറയുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, പക്ഷെ സിനിമ മൊത്തത്തിൽ അത് അവർക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. സിനിമ ഇൻഡസ്ട്രി മൊത്തം ഇങ്ങനെയല്ല, അല്ലാത്തവരുമുണ്ട്. അത് ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ധന്യ, ഞാൻ ചോദിക്കട്ടെ, ഏത് സംഘടനയ്ക്കാണ് സ്ത്രീകളോടുള്ള സമീപനത്തിൽ ഇത്തരം പ്രകടമായ ഇത്തരത്തിലുള്ള സ്വഭാവമില്ലാത്ത ഏതെങ്കിലും ഒരു സംഘടന പറയൂ? രാഷ്ട്രീയ രംഗത്തുണ്ടോ? രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടോ? പരാതി പറയുന്ന സ്ത്രീകളെ, ആ പരാതി പറയുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു ജനുവിനായ പരാതി പോലും ഉന്നയിക്കുന്ന സ്ത്രീകളുടെ കൂടെ നിൽക്കുന്ന എത്ര പുരുഷന്മാരുണ്ട്? ഇപ്പൊ തന്നെ നമ്മൾ കണ്ടതല്ലേ, രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ളവർ ഈ കാര്യത്തിൽ പുലർത്തുന്ന നിസ്സംഗത നമ്മൾ കാണുന്നതല്ലേ. പ്രത്യേകിച്ച് ഈ സിനിമാ മേഖല എന്ന് പറയുമ്പോൾ കണ്ടമാനം പണം വരുന്ന, നിരവധി ഗ്ലാമറുള്ള പണി ചെയ്യുന്ന ഒരു മേഖലയാണ്. ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ഇന്നും ഇന്നലെയും അല്ല, വർഷങ്ങളും തൊട്ട് മുമ്പ് തൊട്ടേ ഇത് പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളാണ്. ആ പറഞ്ഞു കേട്ട കാര്യങ്ങൾക്ക് ഒരു ഓതന്റിസിറ്റി കൊണ്ടുവരാൻ വേണ്ടി 1.5 കോടി രൂപ ചെലവാക്കി എന്നുള്ളതല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് വേറൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ കൃത്യമായ പേരുകളോ ഈ റിപ്പോർട്ടിൽ പേരുകൾ പോലും കൃത്യമായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പേരോ ഒന്നുമില്ല. ഈ ചില സൂചനകൾ, അവരിലേക്ക് ചേരുന്ന ചില സൂചനകൾ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില സൂചനകൾ മാത്രമേ ഉള്ളൂ. ആ സൂചനകൾ വെച്ചുകൊണ്ട് കേസെടുക്കുകയോ അല്ലെങ്കിൽ മറ്റൊന്നും ചെയ്യാനുള്ള സംവിധാനമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്നത് WCC പോലുള്ള സംഘടനകൾ ഇത്തരത്തിൽ മൊഴിയെടുക്കാൻ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ WCCയുടെ ആൾക്കാരെ കൊച്ചിയിൽ നിന്നും കണ്ടാണ് കൂടുതൽ പേർ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സംഘടന അത്തരത്തിലുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ ആ സ്ത്രീകളെ കൂട്ടിച്ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് ധൈര്യം നൽകിക്കൊണ്ട് അവർക്ക് പരാതി കൊടുക്കേണ്ടതായിരുന്നില്ലേ? ഇതിവിടെ സർക്കാർ ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. ഈ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ഇത്തരം ഒരു കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആകെ ഇപ്പോൾ ഈ കേസെടുക്കൂ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചിലരെയെങ്കിലും പേടിപ്പിക്കാനല്ലാതെ അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ കഴിയും? ചില നടന്മാരെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ആക്ടിവിറ്റീസ് നടത്തുന്ന ചില നടന്മാർക്ക് തൽക്കാലം ഉണ്ടാകുന്ന ഒരു പേടിക്കപ്പുറം എന്താണ് ഇനി FIR എടുത്താൽ തന്നെ എന്താണ് ചെയ്യാൻ കഴിയുക? അവർക്ക് കുറച്ചു കാലം ഈ സിനിമാ രംഗത്ത് ഇത്തരം പ്രവണതകൾ ഇല്ല എന്നറിയുന്നവരാണോ ഇവരൊക്കെ? സിനിമാ രംഗത്ത് ഇതൊക്കെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് ഇവരൊക്കെ കാണുന്നത്. സ്ത്രീ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ട് വന്ന ഏതെങ്കിലും സ്ത്രീ വിഷയങ്ങളിൽ ഉൾപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുന്ന പുരുഷന്മാരെ ഒരു ദിവസമെങ്കിലും മാറ്റി നിർത്തുന്ന പ്രവണത ഇന്ന് വരെ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ എപ്പോഴും പറയും, സാധാരണഗതിയിൽ മലയാള സിനിമയിലെ നടന്മാർക്കും നടിമാർക്കും ഒക്കെ പേർദോഷം ഉണ്ടായിരുന്നു. അതൊരു വലിയ ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നവരാണ് അവർ. അവരെ സംബന്ധിച്ച് 90% അങ്ങനെ തന്നെയാണ്. അവർക്ക് സിനിമയിൽ അവസരങ്ങൾ കിട്ടുന്നുണ്ട്. സംവിധായകനെതിരെ ആരോപണം വരുന്നാൽ പോക്സോ കേസ് പ്രതി അവിടെയില്ലേ? എന്തുകൊണ്ടാണ്? ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്ന ഒരു പോക്സോ കേസ് പ്രതി ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഈ WCC അതിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുകയോ എന്തെങ്കിലും ഒരു അക്ഷരം സംസാരിക്കുകയോ ചെയ്തിരുന്നോ? പലപ്പോഴും ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകളാണ് നമ്മുടെ നിലപാടുകളെ നിർവീര്യമാക്കുന്നത്. അത് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്കറിയാം, വിധു വിൽസന് പുറത്തുപോയ സാഹചര്യം അറിയാമോ? വിധു വിൽസന് പുറത്തേക്ക് പോകുന്നത് പാർവതി തെരുവത്തുമായി ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ഒരു സിനിമയുടെ കഥ കേൾക്കാൻ ആവശ്യപ്പെട്ട നിരവധി തവണ മെസ്സേജ് അയച്ചപ്പോൾ അവർ വനിതാ സംവിധായികയായിരുന്നു. അവർ വളരെ കുറച്ചു കാലം മാത്രം, ഒരു സിനിമ മാത്രം ചെയ്ത ശേഷം രണ്ടാമത്തെ സിനിമയ്ക്കോ മറ്റുമായിരുന്നു എന്ന് തോന്നുന്നു, ഇവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ യാതൊരു തരത്തിലുള്ള റെസ്പോൺസും ഉണ്ടായില്ല. അതിനെ തുടർന്നാണ് വിധുര ഈ സംഘടനയിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകുന്നത്. അങ്ങനെയെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമായി, സ്ത്രീകൾ ഉൾപ്പെടുന്ന മഞ്ജു വാര്യരെ കുറിച്ച് ഇപ്പോൾ വരുന്ന ആരോപണം എന്താ? മഞ്ജു വാര്യരെ പോലെ ഒരു സീനിയർ നടി, അവരുടെ പ്രൊഡക്ഷൻ ഹൗസ്, അവിടെ നടക്കുന്ന ഒരു പ്രശ്നത്തിൽ അവിടെയെങ്കിലും സ്ത്രീകളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാണ് നമുക്ക് മറ്റൊരാളെ കുറ്റം പറയാൻ കഴിയുക? ഈ വാക്കുകളിലെ പല രീതിയും, വാക്കുകളിലെ പൊള്ളത്തരങ്ങൾ പലപ്പോഴും ഇത് തിരിച്ചറിയപ്പെടുന്നില്ലേ? യഥാർത്ഥത്തിൽ ഞാൻ സ്ത്രീകളോടൊപ്പം നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സ്ത്രീകളുടെ എല്ലാ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ അത് പകുതി വഴിക്ക് വെച്ച് ഇട്ടുപോവുകയോ അല്ലെങ്കിൽ അത് ഒരു തരത്തിൽ സ്ത്രീകളെ ഏതെങ്കിലും അവനവൻ അഫക്റ്റഡ് ആവുന്ന ഏതെങ്കിലും സ്ത്രീകൾക്ക് വരുമ്പോൾ മാത്രം അതിനെതിരെ പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ അവനവന് താല്പര്യമില്ലാത്ത മറ്റേതെങ്കിലും സ്ത്രീകൾക്ക് ഉണ്ടാകുമ്പോൾ അവരെ എന്തും പറയുകയോ അല്ലെ രാഷ്ട്രീയ വ്യത്യാസം കൊണ്ടോ ഏതെങ്കിലും വ്യത്യാസം കൊണ്ടോ സ്ത്രീകളെ ആക്രമിക്കുന്ന രീതിയോട് ഞാൻ യോജിക്കുന്നില്ല. എന്റെ രാഷ്ട്രീയം വ്യത്യസ്തമായ രാഷ്ട്രീയങ്ങളും ഒരു സ്ത്രീയെയും എന്റെ രാഷ്ട്രീയ കോണുകളിലുള്ള ആൾക്കാർ പോലും പലപ്പോഴും ആക്രമിച്ചാൽ അതിനെതിരെ പ്രതികരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് സ്ത്രീ വിഷയത്തിൽ സ്ത്രീ എന്ന വിഷയം മാത്രമേ ഉള്ളൂ. ആ വിഷയത്തിൽ ഇരട്ടത്താപ്പില്ല. അത്തരത്തിൽ സ്ത്രീ വിഷയത്തിൽ ഇരട്ടത്താപ്പില്ലാതെ നിലനിൽക്കാൻ കഴിയുമെങ്കിലല്ലേ സ്ത്രീ സംഘടനകൾ നിലനിൽക്കുന്നുള്ളൂ. അമ്മ പോലുള്ള സംഘടനകൾ ഇതല്ലേ പറയാൻ സാധ്യതയുള്ളൂ. അമ്മ പോലുള്ള സംഘടന എന്ന് മാത്രമല്ല, ഏത് സംഘടനയാണ്, ഞാൻ ചോദിക്കട്ടെ, ഏത് സ്ഥലത്ത്
ഏതും തൊഴിൽ മേഖലയിലെ സംഘടനയിലാണ് പുരുഷൻ ലീഡ് ചെയ്യാത്തത്? സ്ത്രീകൾ ലീഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സംഘടന കാണിച്ചു തരാം, ഏതെങ്കിലും ഒറ്റ സംഘടന. സ്ത്രീകൾക്ക് തീരുമാനമെടുക്കാനും സ്ത്രീകൾക്ക് അഭിപ്രായം പറയാൻ കഴിയുന്ന ഏതെങ്കിലും സംഘടനകളുണ്ടോ? അത്തരത്തിൽ ഇനി ഏതെങ്കിലും ഒരു സംഘടനയുടെ തലപ്പത്ത് സ്ത്രീകൾ എത്തിയാൽ പുരുഷന്മാരല്ലേ കൈകാര്യം ചെയ്യുന്നത്? കാര്യങ്ങൾ സംസാരിക്കുന്നതും കാര്യങ്ങൾ നീക്കുന്നതും പുരുഷന്മാരല്ലേ? പിന്നെ നമുക്ക് എങ്ങനെയാണ് ഈ അമ്മ പോലുള്ള ഒരു സംഘടന സ്ത്രീവിരുദ്ധ നിലപാടുകൾ എടുക്കുന്നതും? അവിടെയും സ്ത്രീകളുണ്ട്, അവിടെയും അമ്മയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി സ്ത്രീകളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് ഇപ്പൊ WCC ആണെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യം വളരെ കൃത്യമായ ഒരു പരാതിക്കാരിയെ കൊണ്ടുവരിക, പരാതി കൊടുപ്പിക്കുക എന്നുള്ളതാണ്. അതിന് ഞങ്ങളെ ഇരകളാക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ രോദനം കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായി കൊണ്ടുവരും. നിങ്ങൾക്ക് ഈ നിയമം അറിയാത്തത് കൊണ്ടുള്ള പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. ഈ സിനിമ ഈ WCCയിലുള്ള സ്ത്രീകൾക്ക് നിയമത്തെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണോ എന്നറിയില്ല. വെറുതെ ഒരു കേസ് എടുത്താൽ ആ കേസിൽ ഒരു ബലവും ഉണ്ടാവില്ല. അതിനൊരു പരാതിക്കാരി വേണം. ആ പരാതിക്കാരി കൃത്യമായ മൊഴി നൽകണം. അതിനനുസരിച്ചുള്ള തെളിവുകൾ വേണം. വെറുതെ ഒരു പരാതി ഒരാൾക്കെതിരെ എടുത്തുകൊണ്ട് ആകെയുള്ള ഒരു ഗുണം, രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്തുള്ള ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ. ഒന്ന്, ആത്യന്തികമായി നടന്മാരെ മോശക്കാരാക്കി ചിത്രീകരിക്കാൻ ഒരു ശ്രമം ഉണ്ടാക്കാം. രണ്ട്, ഇനി ഇത് ചെയ്യാതിരിക്കാൻ അങ്ങനെ ഒരു ശ്രമം ഉണ്ടാക്കാം. ഇനി അഥവാ വേറെ ഏതെങ്കിലും രീതിയിൽ ഇവരെ വേറെ ഏതെങ്കിലും തരത്തില ഇനി നിങ്ങളെല്ലാം സിനിമയിൽ വിളിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സെറ്റിൽമെന്റിനുള്ള സാധ്യതകൾ അതുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. ഇത്തരത്തിലുള്ള 2-3 കാര്യമല്ലാതെ ഈ നടന്മാർക്കെതിരെ ഇപ്പോ ആരോപണ വിധേയരായിട്ടുണ്ടെന്നെനിക്ക് മരിച്ചവർക്കെതിരെ എന്ത് നടപടിയെടുക്കും? പകുതിയിലേറെ നടന്മാർ മരിച്ചവരെ പറ്റിയാണ് അതിനകത്ത് പറയുന്നതെന്നാണ് പരാമർശം. അങ്ങനെയെങ്കിലും ഈ മരിച്ച നടന്മാർക്കെതിരെ എന്ത് നിലപാടും എന്ത് നടപടിയും എടുക്കാൻ കഴിയും? പക്ഷേ അപ്പൊ ഞാൻ പറയുന്നത് ഇരട്ടത്താപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് ഒരു പരാതിക്കാരിയെ കൊണ്ടുവരികയും, അല്ലെങ്കിൽ പരാതിക്കാരിയെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരണമെന്നോ അല്ലാതെ പുതിയ പരാതിക്കാരിയെ ഉണ്ടാക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ജനുവിനായ പരാതിക്കാരുണ്ടെങ്കിൽ ആ പരാതി ഇപ്പോഴെങ്കിലും കോടതിയിലോ പോലീസിലോ എത്തിക്കാനുള്ള ശ്രമമാണ് ഉണ്ടാവേണ്ടത്. മറിച്ച് ഞങ്ങളെ ഇരകളാക്കുന്നു എന്നല്ലേ എക്കാലവും ആരോപിച്ചു കൊണ്ടിരുന്നിട്ടോ കരഞ്ഞുകൊണ്ടിരുന്നിട്ടോ ഇരവാദം മുഴക്കിയിട്ട് ഒരു കാര്യവുമില്ല. സ്ട്രോങ് ആയ സ്ത്രീകളല്ലേ നമ്മൾ. ഇരവാദം മുഴക്കൽ അവസാനിപ്പിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. അതായത് ഇരട്ടത്താപ്പ് കാണിക്കാതെ ജെന്യുവിനായി മുന്നോട്ട് വരൂ. WCC ഉൾപ്പെടെയുള്ള സംഘടനകൾ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് മുന്നോട്ട് വന്നതെങ്കിൽ ആ തരത്തിൽ നീങ്ങൂ എന്നുള്ളത് തന്നെയാണ് മാഡം പറഞ്ഞു വെക്കുന്നത്. വളരെ നന്ദി.